തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ ഇറാന് ശക്തമായ താക്കീതുമായി സൗദി അറേബ്യ. ഇറാൻ എംബസിയിലെ സൈനിക അറ്റാഷെ അടക്കമുള്ള 5 ഉന്നത ഉദ്യോഗസ്ഥരോട് രാജ്യം വിടാൻ സൗദി ആവശ്യപ്പെട്ടു. ഇതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ നിരീക്ഷണ പറക്കലിനിടെ തകർന്നു വീണു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുദ്ധം തുടങ്ങിയിട്ട് 23-ാം ദിവസമാണ്. ഈ 23 ദിവസത്തിനിടെ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏറ്റവും കടുത്ത നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇറാനിയൻ എംബസിയിലെ, സൗദി തലസ്ഥാനമായിട്ടുള്ള റിയാദിലുള്ള ഇറാനിയൻ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ, അസിസ്റ്റന്റ് മിലിറ്ററി അറ്റാഷെ, അതോടൊപ്പം തന്നെ 3 ഉന്നത ഉദ്യോഗസ്ഥർ, ഇങ്ങനെ 5 പേരെയാണ് സൗദി അറേബ്യ പുറത്താക്കിയത്. ഈ 5 പേരിൽ മിലിറ്ററി അറ്റാഷെയൊക്കെയാണ് എംബസിയുമായി ബന്ധപ്പെട്ട സൈനിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള അസിസ്റ്റന്റ് മിലിറ്ററി അറ്റാഷെ അടക്കമുള്ളവരെയാണ് പുറത്താക്കിയത്. വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം ഇതിലൂടെ സൗദി അറേബ്യ നൽകുന്നുണ്ട്. തങ്ങളുടെ പൌരന്മാർക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനുമെതിരെ ആരെന്ത് ചെയ്താലും അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ആ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട്. ഏതായാലും സൗദി അറേബ്യ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ മടിക്കില്ല എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. മറ്റൊന്ന്, ഖത്തറിലുണ്ടായിട്ടുള്ള ഹെലികോപ്റ്റർ അപകടമാണ്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത്. ആ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കടലിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിനായി വ്യോമസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും ഒരുമിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ളതാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ആക്രമണമോ അട്ടിമറിയോ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. ഇതോടൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം UAE-യിലേക്കാണെങ്കിൽ ഇന്നലെ രാത്രിയും ഒക്കെ തന്നെ വ്യോമാക്രമണം ഉണ്ടായി. ഡ്രോണും അതോടൊപ്പം തന്നെ മിസൈലും ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമങ്ങൾ നടന്നു. ബഹ്റൈനിലേക്കും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാസൽ ഖൈമ, UAE-യിലെ റാസൽ ഖൈമയിൽ ഇന്നലെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. അത് പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെട്ടുള്ള ആക്രമണം ഇപ്പോഴും ഇറാൻ തുടരുന്നുമുണ്ട്.